പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 23 അധ്യായം 24 അവർ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. ഇസ്രായേൽ മക്കൾ തിന്നുവാൻ പാടില്ലാത്ത മൃഗമാണ് ഒട്ടകം. ലേവ്യ പുസ്തകം 11:4 നമ്മളത് വായിക്കുന്നു. അത് കുളമ്പ് പിളർന്നിട്ടില്ലായ്ക കൊണ്ട് അശുദ്ധം. പാനീയത്തിലെ മാലിന്യമായ കൊതുകിനെ അരിച്ചെടുക്കുമ്പോൾ അശുദ്ധമായ ഒട്ടകത്തെ വിഴുങ്ങിക്കളയുന്നു. ഉചിതം ഏത് എന്നിവയെക്കുറിച്ചുള്ള ബോധമായിരിക്കണം. ചെറിയ കാര്യങ്ങൾ അനുസരിക്കുന്നതോടൊപ്പം തന്നെ വലിയ കാര്യങ്ങളായ നീതി, കരുണ, വിശ്വസ്തത എന്നിവ ത്യജിച്ചു കളയുകയും ചെയ്യരുത്. അതാണ് കപടഭക്തി എന്ന് കർത്താവ് പഠിപ്പിക്കുന്നത്. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 6 അധ്യായം 6 നാം ഇങ്ങനെ വായിക്കുന്നു: യാഗത്തിലല്ല ദയയിലും ഹോമയാഗത്തേക്കാൾ ദൈവ പരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. 12:6 നാം ഇങ്ങനെ വായിക്കുന്നു: ദയയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിൻ്റെ ദൈവത്തിനായി കാത്തിരുന്നു കൊണ്ടിരിക്കുക. ഇവിടെ നാം ലൂക്കോസിൻ്റെ സുവിശേഷം 12 അധ്യായം 1 പരീക്ഷന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കും. എന്താണ് കപടഭക്തി? അകമേ ഇല്ലാത്തതും പുറമേ ഭാവിക്കുന്നതുമായ അവസ്ഥ. ഈ കാലം പുറമേ ഭാവിക്കുന്നവരുടെ കാലമാണെന്ന് പറയാം. കളിപ്പീരൊരിക്കലും നന്നല്ല. യഥാർത്ഥ പൂക്കളേക്കാൾ വളരെ ആകർഷമായ പ്ലാസ്റ്റിക് പൂക്കൾ ആത്മീക മണ്ഡലത്തിലും നല്ലത് ഏതെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നു. അന്ത്യകാലത്ത് ഭക്തിയുടെ വേഷം ധരിച്ചവരും അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരും വരും. 2 തീമോഥെയോസ് 4:5. പരീക്ഷന്മാരുടെ പുളിച്ചമാവെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന ആത്മീയ കാര്യങ്ങളെ ഉദ്ദേശിച്ചാണ്. അതെന്താണ്? അവർ ബാഹ്യമായ വിശുദ്ധി മാത്രം ആഗ്രഹിക്കുന്നു. 25-26 നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. പാപം ചെയ്യാതിരിക്കേണ്ടതിന് തൻ്റെ വചനത്തെ അവർ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നില്ല. കൈകൾ എതിരായി നാവ് സംസാരിക്കുന്നു. സംസാരം എളുപ്പവും നടപ്പ് പ്രയാസവും അത്രേ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാത്രങ്ങളുടെ പുറം വെടിപ്പാക്കുന്നത് പോലെ അകവും ശുദ്ധമാകണം. ഹൃദയശുദ്ധി ഇല്ലാതിരിക്കെ ദേഹം മാത്രം കഴിയത് കൊണ്ടൊരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, എന്നാൽ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. എങ്കിൽ ഈ പ്രഭാതത്തിൽ ആ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവിൽ നമ്മൾ എപ്രകാരമായിരിക്കുന്നു? പുറമേ മാത്രം വെടിപ്പാക്കുന്നവരാണോ? അകവും ശുദ്ധമാണോ? ആ കർത്താവിനെ സേവിക്കുവാൻ നമുക്ക് വിശ്വസ്തയോടെ കഴിയുന്നുണ്ടോ? ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ആ കർത്താവിൻ്റെ മുഖത്തേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് നോക്കാം. ആ കർത്താവിൽ ആശ്രയിച്ച് വിജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാം. അതിനായി കർത്താവ് നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ സഹായിക്കുമാറാകട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.